വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 6 ഡോട്ട്സിന്റെ 6ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ്. അപ്പോൾ അതാ നോക്കിക്കോ. The next day, the headmaster summoned a meeting of the students. Everyone had gathered in the big room. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ ഹെഡ് മാസ്റ്റർ സമ്മോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക, ഓക്കെ, കോൾഡ് എന്നാണ് അർത്ഥം. അപ്പം ആ ഹെഡ് മാസ്റ്റർ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വെച്ചു. അങ്ങനെ എല്ലാ കുട്ടികളെയും അവിടെ വിളിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ അവർ എല്ലാവരും കൂടെ ഒരു ബിഗ് റൂം, ഒരു വലിയ റൂമിൽ ഗ്യാദർ ചെയ്തു എന്ന് പറയാണ്, ഒരുമിച്ച് കൂടി എന്ന് പറയാണ്. ഡോക്ടർ എന്താണ്, ഡോക്ടർ എന്നല്ല ഡിയർ, ഓക്കെ, സോറി ഗൈസ്, ഡോക്ടർ തന്നെയാണ്, എനിക്കൊരു കൺഫ്യൂഷൻ കിട്ടും. ഡോക്ടർ പിക്നീർ ദ ഹെഡ് മാസ്റ്റർ സ്പോക്ക് ടു അസ്. എന്താണ് ഡോക്ടർ പിക്നീർ എന്ന് പറഞ്ഞിട്ട് ആ ഹെഡ് മാസ്റ്റർ നമ്മളെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ പിക്നീർ എന്ന് പറഞ്ഞ പേരാണ്, ഓക്കെ, ആ ഒരു പേര് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ തുടങ്ങാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A French army captain has invented a code to send secret messages during war. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രഞ്ച് ആർമിയിലെ ക്യാപ്റ്റൻ ഒരു കോഡ് ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ്, ഈ വാർ നടക്കുന്ന സമയത്തൊക്കെ ഈ സീക്രട്ട് മെസ്സേജസ് ഇങ്ങനെ അടിക്കാൻ, അതായത് അവനെ വെടിവേ, അവനെ വെടിവേ എന്ന് പറഞ്ഞാൽ എനിവേയുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല, അവരപ്പോഴേ വെടിവെച്ച് വിടൂലേ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെ ഒരു സീക്രട്ട് കോഡ് പറഞ്ഞു. The code is read by touch, not by sight. എന്താണ്, കണ്ണുകൊണ്ടല്ല ആ കോഡ് വായിക്കുന്നത്. ആ കോഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് വായിക്കേണ്ടത്. ഓക്കെ, സോ വി മൈറ്റ് യൂസ് ഇറ്റ് ഹിയർ ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതാ നോക്കിക്കോളാം. You are each holding a message written with the patterns of dots. എന്താണ് പറയുന്നത്, നിങ്ങളെല്ലാം ഓരോരുത്തരായിട്ട് ഈ ഓരോ മെസ്സേജ് നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. ആ മെസ്സേജ് എല്ലാം പാറ്റേൺസ്, ഡോട്ടുകൾ കൊണ്ടിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാണ്. ദ ഹെഡ് മാസ്റ്റർ കണ്ടിന്യൂഡ്. ഹെഡ് മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈച്ച് പാറ്റേൺ സ്റ്റാൻഡ്സ് ഫോർ എ സൗണ്ട് സച്ച് ആസ് ഔ ഓർ ച്. എന്താണ്, ഓരോ പാറ്റേണിനും ഓരോ സൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പക്ഷേ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സൗണ്ട് ഉണ്ട്. ഔ ഓർ ച് എന്ന് പറയുന്ന ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ട്. We listened as he explained. It wasn't easy. There was a lot to remember. Flipping my paper over, I moved my fingers from left to right, feeling the dots. എന്താണ്, നമ്മൾ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടു. എന്നിട്ട് പക്ഷെ അത് എളുപ്പമായിരുന്നില്ല. ഞാൻ എന്താണ്, എനിക്ക് കിട്ടിയ പേപ്പർ കൊണ്ടിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ഓർക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കിട്ടിയ പേപ്പർ ഇങ്ങനെ തുറന്നതിന് ശേഷം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, അതായത് ഇടത്തിൽ നിന്നും വലത്തോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തൊട്ട് പോവുമായിരുന്നു എന്ന് പറയാണ്. എന്താണ്, ഡോട്ട്സ് ഇങ്ങനെ ഫീൽ ചെയ്ത് പോവുകയാണെന്ന് പറയണം. ഫോൾ ബാക്ക്, I suddenly shouted with excitement. ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞു fall out എന്നിങ്ങനെ. fall back എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഞാൻ ഉറക്കെ വായിച്ചു, അതായിരുന്നു എനിക്ക് കിട്ടിയതെന്ന് പറയാണ്. Everyone laughed. It was a battle order, of course. എന്താണ് ഇവിടെ പറയുന്നത്, എല്ലാവരും ചിരിച്ചു അത് കേട്ടിട്ട്. എന്താണ്, അതൊരു ബാറ്റിൽ ഓർഡർ ആയിരുന്നു എനിക്ക് കിട്ടിയതെന്ന് പറയാണ്. But now my heart pounded with hope. I asked for another again. I touched the dot. Supplies arrive at dawn. I read. The others shouted out their messages too. എന്താണ്, അങ്ങനെ എൻ്റെ ആ ഒരു പ്രതീക്ഷ കൊണ്ടിട്ട് എൻ്റെ നെഞ്ചിങ്ങനെ കിടന്ന് ഇടിക്കാൻ തുടങ്ങി, പിടയ്ക്കാൻ തുടങ്ങി. നമ്മൾ പറയൂലേ, നെഞ്ചത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു തുടിപ്പ് ഫീൽ ചെയ്യൂലേ, അത് തന്നെ. അങ്ങനെ എന്താണ്, പിന്നെയും അവൻ ഒരെണ്ണത്തിനും കൂടെ ചോദിച്ചു, ഒരു മെസ്സേജ് കൂടെ തായോ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അങ്ങനെ തൊട്ട് നോക്കിയിട്ട് വായിച്ചു. സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ആണ് അവന് കിട്ടിയത്. അങ്ങനെ അവൻ അതും വായിച്ചു എന്ന് പറയണം. ബാക്കിയുള്ള ആളുകളും എന്ത് ചെയ്തു, അവർക്ക് കിട്ടിയ മെസ്സേജുകളും ബാക്കി കുട്ടികളും വായിച്ചു. The headmaster taught me to make dot patterns with a stylus on a paper kept under a wooden frame. എന്താണ്, ആ ഹെഡ് മാസ്റ്റർ എന്നെ എന്ത് ചെയ്തു, ഈ ഡോട്ട് പാറ്റേൺസ്
ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു തന്നു. എന്താണ് പേപ്പറിൽ, ഒരു വലിയ പേപ്പറിൽ ഈ സ്റ്റൈലസ് പെൻ ഇടല്ലോ, എഴുത്താണി എന്ന് പറയും, ആ എഴുത്താണി കൊണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു. സ്റ്റെപ്പ് രണ്ടര വുഡൻ ഫ്രെയിം, ഒരു വുഡൻ ഫ്രെയിമിൽ ഒരു പേപ്പറൊക്കെ ഘടിപ്പിച്ചിട്ട് പഠിപ്പിച്ചു തന്നു. I made a few of the dot patterns, then flipped the paper to read them by touch. ഞാൻ കുറേ ഡോട്ട് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കി, കുറച്ച് ഡോട്ട് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ പേപ്പർ മറിച്ച് അതിങ്ങനെ തൊട്ട് വായിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ഫോർ മെനി വീക്സ് ഐ പ്രാക്ടീസ്ഡ്. ഞാൻ ഒരുപാട് ആഴ്ചകൾ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളത്. ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ.